ഐ എം വെരി കോൺഫിഡൻറ്റ് അബൌട്ട് ദ മൂവി. ഓഡിയൻസ് തിയേറ്ററിലേക്ക് ഒന്ന് എത്തിയാൽ മതി. ആരും ഈ സിനിമ മറക്കില്ല. ഈ സിനിമ അവരുടെ ഉള്ളിലുണ്ടാവും തിയേറ്ററിലോട്ട് പോകുമ്പോൾ. ദാറ്റ്സ് മൈ കോൺഫിഡൻസ്. ഏകദേശം എനിക്കും ഈ സിനിമയെക്കുറിച്ച് ഇത് തന്നെയാണ് തോന്നിയത്. ഭരതനാട്യം ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. ആ ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു ഈ സിനിമയിലും ഉണ്ടായിരുന്നത്. മോഹിനിയാട്ടം എന്ന ചിത്രം അതൊട്ടും തെറ്റിച്ചില്ല എന്ന് മാത്രമല്ല, അതിവിദഗ്ധമായി സൂക്ഷിച്ച് മൊത്തത്തിൽ സിനിമയുടെ ജോണർ തന്നെ അങ്ങ് മാറ്റി അതിലും വിജയിച്ചു എന്നുള്ളതാണ് വലിയ കാര്യം. പുതിയതും പഴയതുമായ എല്ലാ അഭിനേതാക്കളുടെ പ്രകടനവും എടുത്ത് പറയേണ്ടതാണ്. സൈജു കുറുപ്പ്, ജഗദീഷ് എന്നിവർ അവരുടെ വേഷങ്ങൾ വളരെ നന്നായി ചെയ്തു. എങ്കിലും ബേബി ജീൻ ഞെട്ടിച്ചു കളഞ്ഞു. പുള്ളി വരുന്ന എല്ലാ സീനും കിടുവായിരുന്നു. പ്രത്യേകിച്ച് ആ ഡയലോഗ് ഡെലിവറി ഒക്കെ എന്ത് രസമായിട്ടാണ് അദ്ദേഹം ചെയ്തത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് വിനയ് ഫോർട്ട്. കുറച്ചേ ഉള്ളൂ എങ്കിലും പുള്ളി വന്ന മുതൽ സിനിമയുടെ പോക്കിന് വീണ്ടും വേഗത കൂടി എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ നന്ദു പൊതുവാൾ, നമ്മുടെ എല്ലാവരുടെയും സ്വന്തം വഴിപോക്കൻ. അദ്ദേഹത്തെയൊക്കെ ഒരു സിനിമയിൽ ഇത്രയും നന്നായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇനിയും അദ്ദേഹത്തിന് ഇതുപോലെ ഗംഭീരമായിട്ടുള്ള വേഷം കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഒരു പ്രത്യേക സിറ്റുവേഷനിൽ പെട്ടുപോകുന്ന ഒരു കുടുംബം. എന്താണ് സിറ്റുവേഷൻ എന്നത് തിയേറ്ററിൽ ആസ്വദിക്കേണ്ട ഒന്നാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തായിരിക്കും ആ ഒരു സിറ്റുവേഷൻ എന്ന് മാത്രം പറയട്ടെ. അടിപൊളിയാണ്, തിയേറ്ററിൽ കണ്ടുവെക്കുക. തീർച്ചയായിട്ടും വലിയ വിജയം കരസ്ഥമാക്കേണ്ട അതിനനുയോജ്യമായ സിനിമയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സംവിധായകനും സൈജു കുറുപ്പിനും നിർമ്മാതാക്കൾക്കും അഭിനന്ദനങ്ങൾ. നന്ദി.